ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വ്ളോഗാണ്. ഇന്ന് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 26 അത് നമുക്കറിയാം, ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ ശിവരാത്രി ഡേ ഇൻ മൈ ലൈഫ്, അതായത് ശിവരാത്രി ഡേ എങ്ങനെ പോകുന്നു, അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ വ്ളോഗ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഗുഡ് മോർണിംഗ്. ഇന്ന് ശിവരാത്രി ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് എന്നത്തേക്കാളും നേരത്തെ നീക്കുകയാണ്. എന്നത്തേക്കാളും നേരത്തെ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ എന്നും നേരത്തെ നീക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കരുത്. ഞാൻ പൊതുവെ 8-8:30 നീക്കാൻ. ഇവിടെ അമ്മയാണെങ്കിലും ഏകദേശം ആ സമയമാവും, അതായത് ഹരിയേട്ടൻ്റെ അമ്മയാണെങ്കിലും. കാരണം ഞങ്ങൾക്ക് ഇവിടെ ആർക്കും നേരത്തെ പോവുക, ഭക്ഷണമാക്കി പോവുക എന്നൊന്നും അങ്ങനത്തെ ഒരു ശീലമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അത്ര ലേറ്റായിട്ടാണ് നീക്കാറ്. അതുകൊണ്ട് തന്നെ ഇന്ന് ശിവരാത്രി ദിവസമായതുകൊണ്ട് ഞാൻ രാവിലെ 6 മണിക്ക് നീക്കുകയാണ്. ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ കിച്ചണിലേക്ക് പോകാൻ. അതുകൊണ്ട് വേഗം സ്പീഡാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഈ സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി നേരെ വിളക്ക് കത്തിക്കാൻ പോയി. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഭംഗി തോന്നിയ ഒരു ഏരിയ ആണ് ഈ പൂജ ഏരിയ. കാരണം നല്ല ഭംഗിയായിട്ട് നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് കാണാൻ നല്ല രസമാണ്, ഐശ്വര്യമാണ്. പിന്നെ എന്ത് ഒരു വിശേഷ ദിവസമാണെങ്കിലും അമ്മ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലാണ് ഇവിടെ നടക്കുക. അത് കണ്ടപ്പോൾ ഞാനിപ്പോൾ കുറച്ചൊക്കെ ഒരുങ്ങിയൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നീച്ചു കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് എത്തിയപ്പോൾ അമ്മ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റിനുള്ള വെള്ളപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ബാജി ആക്കാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ ഇവർക്ക് അമ്മ ഫാസ്റ്റിംഗ് എടുക്കില്ല പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ വെള്ളപ്പവും ബാജിയും കഴിക്കും. പിന്നെ ഞാൻ ഗോതമ്പ് വെച്ച് കഞ്ഞി വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്രത്തോളം അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല. എന്തായാലും ജസ്റ്റ് ട്രൈ അല്ലേ. അപ്പോൾ ശിവരാത്രി ഡേ ഞാൻ ഓൾറെഡി ഞാൻ എല്ലാ കൊല്ലം എടുക്കാറുണ്ട്. പക്ഷേ കറക്റ്റ് രീതിയിൽ ആണോ എന്നൊന്നും അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ചെയ്യാതെ പറഞ്ഞാൽ ഒറ്റ നേരം അരിഭക്ഷണം കഴിക്കും. പിന്നെ പൊതുവെ രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും പുഴുപ്പോ ഒക്കെ ആയിട്ട് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ രാത്രി ഉണർന്നിരിക്കാറില്ല കേട്ടോ പൊതുവെ. ഇത്തവണ ഞാൻ വിചാരിക്കുന്ന ഉണർന്നിരിക്കണം എന്നൊക്കെയാണ്. നോക്കാം അല്ലേ. ഇപ്പോഴത്തെ എന്തൊക്കെയായി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാജിക്കുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ബാജിക്കുള്ളത് കരിഞ്ഞു വെച്ചു. ഇനി ഇത് കുക്ക് ചെയ്യണം. ഗോതമ്പ് കഞ്ഞി ഇതാവുന്നു. അപ്പോൾ ഇതായി കഴിഞ്ഞാൽ എനിക്ക് ഗോതമ്പ് കഞ്ഞും ഇവർക്ക് വെള്ളപ്പും ബാജി. വെള്ളപ്പം ഇത് ഓൾറെഡി ആയിക്കഴിഞ്ഞു. അമ്മ ആക്കി വെച്ചതാണ്. ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ച് കുക്കറിലടിച്ച ഉരുളക്കിഴങ്ങ് ഉടക്കിയാണ് ബാജിക്ക്. എനിക്ക് പൊതുവേ ഇങ്ങനെ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ബാജി ഉണ്ടാക്കാൻ പറ്റണമായിട്ട് തോന്നുന്നുണ്ട്. മറ്റേ അരിഞ്ഞ് വെച്ചിട്ട് വേവാൻ കുറേ സമയം എടുക്കണമായിട്ട് തോന്നും. ഇനി ബാജി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇനി വെളിച്ചെണ്ണയിൽ കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കരിവേപ്പില, ഉള്ളി, പച്ചമുളക് ഇത്ര വഴറ്റിയെടുത്ത ശേഷം വേവിച്ചുടച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ട ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ബാജി റെഡി. ഞാൻ പിന്നെ ഗോതമ്പ് കഞ്ഞിയൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള അജിതേച്ചിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോവുക. ഇന്ന് പെട്ടെന്ന് വന്ന പ്ലാനാണ്. ഇന്നലെയാണ് ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇന്നലെ ഹരിയേട്ടനെയായിരുന്നു വന്ന് വിളിച്ചിരുന്നത്. ഇന്ന് രാവിലെ അജിതേച്ചി വിളിച്ച് പറഞ്ഞതാ ഇന്ന് എന്നോടും കൂടെ വേറെ. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഉച്ചയ്ക്ക് കുറേ പ്ലാനിങ് അല്ലാതെ ഉണ്ടായിരുന്നു. അതായത് ക്യാപ്സിക്കത്തിൻ്റെ പച്ചടി ഉണ്ടാക്കാനും പിന്നെ അല്ലാത്ത വാഴത്തട്ടേൻ്റെ ഉപ്പേരി, അങ്ങനെ ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുക, വ്ളോഗിൽ ആഡ് ചെയ്യുക എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ കുക്കിംഗ് ഒന്നും വ്ളോഗിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഫംഗ്ഷൻ്റെ വിഷ്വൽസാണ് ഈ ആഡ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ വീടിൻ്റെ തൊട്ട ബാക്കിലാണ് അജിതേച്ചി, ഗണേശേട്ടൻ, അവരെ മക്കൾ. കുറച്ചായിട്ടുള്ളൂ അവർ വീട് മാറി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ മോളെ പെണ്ണ് കാണലും കാരണവന്മാർ വരലും കല്യാണം ഉറപ്പിക്കലും ആയിട്ടുള്ള ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഞാനും ഹരിയേട്ടനും കൂടിയാണ് ഫംഗ്ഷന് പോയത്.
വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കല്യാണം വരിക പറഞ്ഞാൽ അതൊരു ആഘോഷം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് മാറിയ ശേഷം ഇത്ര തൊട്ടടുത്ത് ഒരു ഫംഗ്ഷൻ വരുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എക്സൈറ്റഡുമാണ്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അജിതേച്ചീൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഹരിയേട്ടന് ഉച്ചയ്ക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് ഹരിയേട്ടൻ നേരത്തെ വന്ന് കഴിച്ചപ്പോൾ എനിക്ക് അല്ലാതെ കുറച്ച് പരിപാടി ഉണ്ടായതുകൊണ്ട് തിരിച്ച് വന്ന് വീണ്ടും പോയതാണ്. ഇനി വൈകുന്നേരത്തെ ആക്ടിവിറ്റീസ് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾക്കിന്ന് ഓരോ സിറ്റുവേഷൻ കാരണം ഞങ്ങൾക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രസാദം വീട്ടിലെത്തി. ഞങ്ങളെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ലേഖേച്ചി, ശ്രീതേട്ടൻ, അവരുടെ മക്കൾ തന്നെ ഈ നെയ്യാക്കണ്ട്. അവർ പോയി കൊണ്ടുത്തന്ന കേട്ടോ. അടിപൊളി നെയ്പായസം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വൈകുന്നേരത്തെ വിളക്ക് കത്തിക്കലും പ്രാർത്ഥനയും ജപവും ഒക്കെ കഴിഞ്ഞ ശേഷം ഇനി രാത്രിത്തെ ഭക്ഷണ പരിപാടിക്ക് പോവാണ്, അതായത് കുക്കിംഗ് കേട്ടോ. അപ്പോൾ ഇന്ന് ഓൾറെഡി ഉച്ചയ്ക്ക് പിന്നെ അരിഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല, അങ്ങനെ പരിപാടിക്ക് പോയതുകൊണ്ട് ഇനിയിപ്പോൾ രാത്രി എന്തായാലും അരിഭക്ഷണം എന്തായാലും കഴിക്കില്ല. അതിന് പകരം ഞങ്ങൾ പുഴുക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടി പൂള, പിന്നെ പച്ചക്കായ, പിന്നെ ചെറുപയർ ആക്കി വെച്ചിട്ട് ഇത് വെച്ചിട്ട് പുഴുക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഇവർക്ക് ഉപ്പുമാവ്, സൂചി റവേൻ്റെ ഉപ്പുമാവുമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ രാത്രിത്തെ മെനു. അപ്പം ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ പുഴുക്കുണ്ടാക്കാൻ തുടങ്ങുകയാണേ. പുഴുക്കിനാവശ്യമുള്ള പൂള, കായ, പിന്നെ ചെറുപയർ, ഇത്ര സാധനമാണ് ഞാൻ എടുക്കുന്നത്. അല്ലാതെ കുറേ ഐറ്റംസൊക്കെ നമ്മൾ പുഴുക്കിലിടൂലേ, അതൊന്നും ഞാൻ ഇന്നിടില്ല. ഒരു സിമ്പിളായിട്ടുള്ള പുഴുക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അത് മൂന്നും കൂടി നല്ല വെള്ളമൊക്കെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ കുക്കറിൽ വേവിക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ പച്ചമുളക്, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്ര കാര്യമാണ് ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ പോണത്. പുഴുക്കിനുള്ള അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ആവശ്യത്തിന് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ ഇടുന്നത്. പിന്നെ ചിലവർ പച്ചമുളക് ഇതിലോട്ടടിക്കും. ഞാൻ ഇവിടെ കൂടുതലും എരിവ് അത്ര ആവശ്യമില്ലാത്തവരായതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ എരിവ് ആഡ് ചെയ്യില്ല. അല്ലെങ്കിൽ ഇതിൽ കുറച്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഉള്ളി ആഡ് ചെയ്യും. ഇന്ന് പിന്നെ ശിവരാത്രി ആയതുകൊണ്ട് ഞാൻ ഉള്ളി അവോയ്ഡ് ചെയ്തു. അങ്ങനെ അരപ്പ് റെഡിയായി. ഇനി ഇതാവട്ടെ, അതിനുശേഷം ഈ അരപ്പ് ആഡ് ചെയ്യുക, വറവിടുക. അങ്ങനെ അരപ്പ് ആഡ് ചെയ്ത് മുളക് പൊടി, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കരിവേപ്പില ഒക്കെ ആഡ് ചെയ്ത ശേഷം ഒന്ന് ഡ്രൈ ആക്കിയെടുത്താൽ സ്വാദിഷ്ടമായ പുഴുക്ക് റെഡി. പിന്നെ വറവിടണം കേട്ടോ, വറവിട്ടാൽ കാര്യം സെറ്റ്. ഈ പുഴുക്ക് പാകമാകുമ്പോഴത്തേക്ക് ഉപ്പുമാവിനുള്ള റവ വറുത്തെടുക്കാം. ഉപ്പുമാവിനുള്ള റവയൊക്കെ വറുത്ത് കോരിയ ശേഷം ഞാൻ വറവിടാൻ പോവുക പുഴുക്ക്. അതിന് വേണ്ടി കുറച്ച് കടുക്, കരിവേപ്പില, വറ്റൽമുളക് ഇത്രയും പൊട്ടിച്ചിടുകയാണേ. ചായക്ക് വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഉപ്പുമാവ് ഏകദേശം റെഡിയാണ്. അപ്പോൾ ഉള്ളി ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു പ്ലെയിൻ ഉപ്പുമാവാണ് ഇട്ടെന്ന്. ഉപ്പുമാവ് റെഡി. അങ്ങനെ ചായയും ആയി. ഇത് ഹരിയേട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നതാട്ടോ സ്വീറ്റ്സ്. നല്ല രസമുള്ള സ്വീറ്റാണ്. ഗുഡ് മോർണിംഗ്. ഇന്ന് 27th മോർണിംഗ് ആണ്. 26th പിന്നെ നൈറ്റ് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചൊക്കെ ശേഷമാണ് ഹരിയേട്ടനും വരുന്നത്. ഹരിയേട്ടനും പിന്നെ പനിയൊക്കെ ആയ ശേഷം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കേണ്ടിയും പിന്നെ നെബുലൈസ് ചെയ്യേണ്ടിയൊക്കെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ വീട്ടിലെത്താൻ തന്നെ കുറച്ച് ലേറ്റായി. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ രാത്രി കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടോ. ഉറങ്ങണ്ട വിചാരിച്ചായിരുന്നു, പിന്നെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. പിന്നെ പൊതുവേ ഞാൻ രാത്രി നൈറ്റ് ഉറങ്ങാതെ ഇരിക്കൽ ശിവരാത്രിക്ക് കുറവാണ്. ജസ്റ്റ് ഫാസ്റ്റിംഗ് മാത്രമാണ് എടുക്കാറ്. ഈ തവണയും അതേപോലെ എടുത്തുള്ളൂ. പിന്നെ അതിന് ശേഷം ഇന്ന് രാവിലെ നോലുമ്പൊക്കെ മുറിച്ച്, പൊതുവെ ചിലവർ വൈകുന്നേരം വരെ എടുക്കും. ഇവിടെയൊക്കെ രാവിലെ നോലുമ്പ് മുറിക്കുകയാണ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ശിവരാത്രി ദിവസം തന്നെ ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എനിക്കൊരാഗ്രഹമായിരുന്നു. അത് നടന്നു.
അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടിപൊളി ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ. Please do like, share and subscribe.